നെന്മാറ കൊലപാതകം. 3 പേരെ ചെന്താമര എന്ന് പറയുന്ന മൃഗം വെട്ടിക്കൂട്ടി കൊന്നൊരു കഥ. ആ കഥയ്ക്ക് ഒരവസാനം ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചുവെങ്കിലും ചെന്താമരയെ ചിലപ്പോൾ ജയിൽ മോചിതനായേക്കാം എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയ 4 പേർ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു. പോലീസ് പറയുന്നത് ചെന്താമരയെ പേടിച്ചിട്ടാകാമെന്നാണ്. പക്ഷേ ചെന്താമരയെ പേടിച്ചിട്ട് മാത്രമാണോ അവർ 4 പേർ മൊഴി മാറ്റിയത്? ഒരിക്കലുമല്ല. നമ്മുടെ നീതിപീഠത്തോടുള്ള വിശ്വാസക്കുറവ് കൂടിയാണ്. കാരണം ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയി തിരിച്ചു വന്ന ഒരാൾ വീണ്ടും വന്ന് 2 കൊലപാതകം ചെയ്തു. സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും നമ്മുടെ നീതിപീഠത്തോട് പോലും ഒരു ദേഷ്യമുണ്ടാകാം, അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവുണ്ടാകാം. ഇനിയും തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നൊരു ബോധം. ചെന്താമരയ്ക്കെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ചെന്താമര തങ്ങളെയും കൊല്ലുമോ എന്നുള്ളൊരു ഭയം ഇന്നും ആളുകളുടെ ഇടയിൽ നിൽക്കുന്നു. അത് നീതിപീഠത്തോടുള്ള ഒരു അവഗണന കൂടിയല്ലേ? അവഗണനയെക്കാട്ടിലും നീതിപീഠത്തോട് യാതൊരുവിധ വിശ്വാസവും നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിനകത്തില്. കാരണം ചെന്താമരയിൽ ആദ്യത്തെ ശിക്ഷ, അല്ലെങ്കിൽ ഒരാളെ മൃഗീയമായി ഒരു കാരണവുമില്ലാതെ കൊന്നു കഴിഞ്ഞിട്ട് ശേഷവും അദ്ദേഹം വീണ്ടും വന്ന് കൊന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ നേർക്ക് കൊലപാതകത്തിനുള്ള പോർവിളി നടത്തിയപ്പോഴും ഈ ഭരണകൂടവും ഈ പോലീസുകാരും നോക്കുകുത്തിയായിരുന്നു. അതാണ് അവിടുത്തെ നാട്ടുകാർ കണ്ടത്. അതിനുശേഷം പലരെയും അദ്ദേഹം ഇതേപോലെ ഭീഷണിപ്പെടുത്തുകയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തുള്ള എല്ലാവർക്കും അദ്ദേഹത്തിനെ ഭയമായിരുന്നു എന്ന് തന്നെ പറയാം. ഇയാൾക്കെതിരെ പോയി കോടതിയിൽ മൊഴി കൊടുത്തു, 2 പേരെ കൊന്നു. കൂടിപ്പോയാൽ ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും തിരിച്ചു ഇവരെ ആരും കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? കാരണം ഇയാൾക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ഒരു തവണ ജയിലിൽ പോയി അനുഭവിച്ച ആള് കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒന്ന് 2 പേരെ കൊല്ലുമായിരുന്നു. അപ്പൊ ഇനി ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് ഇനി അയാൾക്കെതിരെ ആരൊക്കെയാണോ മൊഴി കൊടുത്തത് അവരെയൊക്കെ അങ്ങ് കൊല്ലുക. കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും ചെന്താമരയെ പിടിച്ചകത്തിട്ടിട്ട് ഇനി വീണ്ടും കുറച്ച് നാളോടെ ജയിലിൽ ഇട്ട് ജീവപര്യന്തം കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല സുഖ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അതിനുശേഷം വീണ്ടും തിരിച്ചു പുറത്തേക്ക്. അന്ന് ഇത്രയും വലിയൊരു വിഷയമുണ്ടായത് ചെന്താമര കാട്ടിലേക്ക് പോയി. അതിനുശേഷം പോലീസ് കഷ്ടപ്പെട്ട് ചെന്താമരയെ പിടിച്ചുകൊണ്ട് വരുന്നു. അതെല്ലാം ശരി. പക്ഷെ അതിനുശേഷം ചെന്താമരയ്ക്ക് ബിരിയാണി വെച്ചു കൊടുക്കുന്നു. ചെന്താമര ഇതേ കഴിക്കത്തുള്ളൂ. പോലീസുകാരുടെ ഒരു സ്നേഹപ്രകടനമുണ്ട് ചെന്താമരയോടുള്ള. അതാണ് അതിനുശേഷം ഈ ദേഷ്യങ്ങളെല്ലാം മാറ്റാനായിട്ട് നാട്ടുകാരെ മൊത്തത്തിൽ അടിക്കുകയാണ്. ഈ രോക്ഷം നാട്ടുകാരോട് തീർക്കുകയല്ലായിരുന്നു വേണ്ടത്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ചെന്താമര ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ചെന്താമരയ്ക്ക് ഇനി മാനസിക അസ്വസ്ഥത തോന്നി ഇവരെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയമായിരിക്കാം ചിലപ്പോൾ പോലീസുകാര് ചെന്താമരയോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറാൻ. അല്ല, ചെന്താമര ആ 2 പേരെ കൊല്ലും എന്ന് അവർ സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുത്തു. ഒരു ആളെ കൊന്നിട്ട് പോയ ഒരാളാണ്. അവര് വീണ്ടും അയാൾ വന്ന് ഭീഷണിപ്പെടുത്തണം, ഞാൻ നിങ്ങളെ കൊല്ലുന്ന്. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാണ്, സാർ ചെന്താമര ഞങ്ങളെ കൊല്ലുന്ന്. അപ്പം പോലീസുകാർ ചെന്താമരയെ വിളിച്ചിട്ട്, മോനെ ചെന്താമരേ, നീ ഇവരെ ഒന്നും കൊല്ലരുത്, നീ ഇവരെ ഉപദ്രവിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചെന്താമരയെ വിട്ടു. ഇത്തരം സാഹചര്യം കുറ്റവാളികളോട് എപ്പോഴും നമ്മുടെ ജനമൈത്രി പോലീസ് തന്നെയാണ്. ജനങ്ങളെ കൂടെ നിൽക്കുന്ന പോലീസ്. ഒരു യാതൊരുവിധ താക്കീതൊക്കെ ഇത്ര സൗമ്യമായി കൊടുക്കുന്ന ഒരു പോലീസ് ചിലപ്പോൾ നെന്മാറയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ചെന്താമരയെ മോനെ, നിനക്ക് ബിരിയാണി വേണോ എന്നാണ് നമ്മുടെ കേരള പോലീസ് ചോദിച്ചത് ചെന്താമരത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു ക്രിമിനൽ ആയിട്ടുള്ള ചെന്താമരയ്ക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു കേസ് അന്വേഷണം നടത്താൻ പോലീസിന് കഴിയുന്നുണ്ടോ? ഒരു നാട് മുഴുവനാണ് ചെന്താമരയ്ക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തത്. അല്ല, ഈ ആളുകൾ, അതായത് മൊഴി കൊടുത്ത ആളുകൾ മൊഴി മാറ്റി പറയണമെങ്കിൽ അത് പോലീസിന്റെ പിടിപ്പുകൂടെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ആ കുടുംബത്തിന് പിന്നീട് വീട്ടിൽ കയറാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഒരാളിവിടെ വടിവാളുമായിട്ട് കാത്തു നിൽക്കുക, ആര് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊല്ലുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഒരബദ്ധത്തിൽ അയാൾ അങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും അയാളെ കൊല്ലുകയും ചെയ്തു. ഇതാണ് ആ ചെന്താമരയുടെ സ്വഭാവം. ഇപ്പൊ ഇതേപോലെ നിരവധി ചെന്താമരമാരെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ ഒരു പ്രിവിലേജ് ഉള്ളതുപോലെയാണ്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പോലീസ് ആണെങ്കിലും നിയമപീഠമാണെങ്കിലും ഓക്കെ, അവര് നമ്മുടെ സ്വന്തം ആള്. അവരെ നമ്മൾ തീറ്റിപ്പോറ്റി നല്ല രീതിയിൽ സുരക്ഷിതമായി അവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കും. ബാക്കിയുള്ള സാധാരണക്കാർ അന്നായിട്ട് ജീവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മുകളിൽ കുതിര കയറുകയും അവരെ അടിച്ച് എല്ലൊടിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഈ പോലീസിന്റെ ഒക്കെ പ്രധാന. നമ്മൾ കണ്ടതാണ് മറ്റേ പത്തനംതിട്ടയില് ബസ്സിൽ കാത്തു നിന്നിരുന്ന ഒരു വീട്ടുകാരെ മൊത്തത്തില് അടിച്ചുടയ്ക്കുന്ന ഒരു രീതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരള പോലീസിന്റെ അങ്ങനെയുള്ള എത്ര വിഷയങ്ങളാണ് വരുന്നത്. ആള് മാറി അടിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെന്താമരയോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹപ്രകടനത്തിന്റെ പകുതി പോലും വേണ്ട ബാക്കിയുള്ളവരുടെ വിഷയം. കഴിഞ്ഞ ദിവസം ആ കൊച്ചിയിൽ പാലാരിവട്ടത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് പോലീസ് ജീപ്പ് തല്ലി തകർക്കുകയാണ്. തല്ലി തകർത്ത ശേഷം ആ പ്രതി പോവുകയാണ്.
അവന്റെ സുഹൃത്തിനെ പിടിച്ചോണ്ട് പോയി. അവൾ ആദ്യ സമയത്ത് അതുമായിട്ടുള്ള ദേഷ്യവുമായി ബന്ധപ്പെട്ട് ഒരു കത്തി എടുത്തിട്ട് ആരെങ്കിലും കുത്തിയായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രതിയെ പിടിക്കാൻ പ്രവീൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തും ഈ റസിയ എന്ന് പറയുന്ന പെൺകുട്ടിയും കൂടെ കത്തി കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു, മറ്റുള്ളവർ നേർക്ക് ആക്രോശവുമായിട്ട് വരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അവിടെ വന്ന് പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നു. വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് റസിയെ അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ റസിയ അവിടെ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്? ആ ഒരു സമയത്ത് കുറച്ച് നേരം തന്നെ റസിയ അവിടെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ആ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് ആ പോലീസ് ജീപ്പിന്റെ കണ്ണാടിയും തല്ലി തകർത്തിട്ട് അവൾ കൂളായിട്ട് പോയി. ആ ഒരു സമയത്ത് ആരെങ്കിലും കുത്തിയിരുന്നെങ്കിലോ? അതിനുശേഷം പോലീസ് എപ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്? പിറ്റേ ദിവസം അവള് നേരെ സ്റ്റേഷനിൽ അവനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. അത്രയും വയലന്റ് ആയിട്ടുള്ള ഒരാളെ തുറന്നു വിട്ടതാണ്. കാരണം കൊച്ചി നഗരത്തെ നമുക്ക് നന്നായിട്ട് അറിയാം. കൊച്ചിയിലെ നിരവധി പിങ്ക് പോലീസ് ഉൾപ്പെടെ എപ്പോഴും പെട്രോളിയം നടത്തുന്നതെന്ന് നമ്മുടെ സർക്കാരാണെങ്കിലും പോലീസ് ആണെങ്കിലും അവകാശം സ്ഥാപിക്കുന്ന ഒരു സ്ഥലത്ത് വനിതാ പോലീസ് ഒരു 5 മിനിറ്റ് കൊണ്ട് വരാൻ ഇത്രയും സമയം എടുക്കും. അത് പാലാരിവട്ടത്താണ് ഈ ഒരു സംഘർഷം നടക്കുന്നത്. ഈ കൊച്ചിയുടെ തന്നെ ഒരു സെന്റർ ആയിട്ടുള്ള പാലാരിവട്ടത്തേക്ക് അത്ര ദൂരം ഉണ്ടോ ഒരു വനിതാ പോലീസിനൊക്കെ എത്താൻ? എന്നാ അവളെയും കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ, അന്നത്തെ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? പക്ഷെ അത് നമ്മുടെ നിയമവിധം അനുസരിച്ച് നടക്കുന്ന കാര്യമല്ലല്ലോ. കാരണം വനിതാ പോലീസ് ഇല്ലാതെ ഒരു സ്ത്രീയെ അല്ല, വനിതാ പോലീസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണ്ട. വനിതാ പോലീസിനെ വരുത്താലോ, അത്രയും നേരം അവിടെ പിടിച്ചു നിർത്താലോ. നേരെ പോവുകയാണ്. ഗ്ലാസും തല്ലി പൊട്ടിക്കുന്ന നോക്കിയിരുന്ന അത്രയും വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ തുറന്നു വിടുകയാണ്. ആ കുട്ടിയുടെ വായിരിക്കുന്ന എല്ലാ സഭ്യവും കേട്ട് വീഡിയോയും എടുത്ത് പുറകെ ഇരിക്കുന്ന ആൺസുഹൃത്തിനെ നല്ല രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇത്രയും നേരം ആ നിൽക്കുന്ന സമയം കൊണ്ട് കുറച്ച് വനിതാ പോലീസുകാർ വന്നിട്ട് ആ കുട്ടീനെ കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അവിടെ അത്രയും വലിയൊരു സംഘർഷമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി നിന്നിട്ട് വീഡിയോ എടുക്കാനോ നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. ഒരാൾ സംഘർഷം സൃഷ്ടിക്കുക, അപ്പോ പൊതുമുതലാണെങ്കിൽ ഉൾപ്പെടെ അത് സംഘർഷം സൃഷ്ടിക്കല്ല, കത്തി കാണിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയാണ്. കത്തി കാണിച്ച് ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരാളെ ഇങ്ങനെയാണോ പോലീസുകാർ ട്രീറ്റ് ചെയ്യേണ്ടത്? പക്ഷെ നമ്മുടെ നാട്ടിലെ പോലീസിന് ഈ ഒരു ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒരു അനുകമ്പയുണ്ട്. കാരണം അവര് കുറ്റവാളികളാണ്, സ്വന്തം ജീവനിൽ അവർക്ക് ഭയമുണ്ട്. ഞാൻ ഇനി പിടിച്ചകത്തിട്ടിട്ടുണ്ടെങ്കിൽ അവരെന്നെ അടുത്ത ദിവസം എന്നെ വന്ന് ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ വന്ന് ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ചെന്താമരയോടൊക്കെ അവർക്ക് ഇത്രയും സ്നേഹമുള്ളതും. അതുകൊണ്ടാണോ ഇപ്പൊ ഇത്രയും വലിയ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ട് അവരുടെ ജോലി നിർവഹിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എക്സൈസ് വകുപ്പുകളും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ട് ഈ ലഹരി വേട്ട നടത്താത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നടത്താത്തത്? ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. ഈ പൈസ എല്ലാം വാങ്ങിക്കുന്നത് പോലീസുകാർ പൈസ വാങ്ങിച്ചിട്ട് കൊച്ചിയിൽ എത്ര നൈറ്റ് പാർട്ടികളാണ് നടക്കുന്നത്? എത്ര കോടി രൂപയുടെ ലഹരി മരുന്നാണ് ഓരോ ദിവസവും കച്ചവടം നടത്തുന്നത്? ഇതെന്തുകൊണ്ടാണ് പോലീസുകാർക്ക് പിടിക്കാൻ പറ്റാത്തത്? പാർട്ടികൾ കണ്ടക്ട് ചെയ്യുന്നത് ഇവരിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും. ഉദ്യോഗസ്ഥൻ മാത്രമല്ല, വലിയ വലിയ വമ്പന്മാരാണ്. വമ്പന്മാരെ തൊട്ട് കഴിഞ്ഞാൽ പോലീസിന്റെ പണി പോകും. സർക്കാരും അത് കൃത്യമായിട്ട് ഈ ഒരു പൈസ വാങ്ങിച്ചിട്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. വലിയ വലിയ വമ്പന്മാര് ജീവിക്കുന്നതല്ല ഈ പൈസ കൊണ്ടാണ്. അപ്പൊ ഈ ലഹരി പൈസ വാങ്ങി ഇവർ സ്വന്തമായിട്ട് ഇതാക്കുന്നു. പിന്നെ 5-10 രൂപയ്ക്ക് വിൽക്കുന്ന കൊച്ചു ഡീലർമാരെ വന്ന് പിടിക്കുന്നു. വമ്പൻ ഡീലർമാർ ഇവിടെ ഉണ്ട്. അവരെ തൊടാൻ ഇവിടുത്തെ കേരള പോലീസിന് പറ്റത്തില്ല. ഇനി പിടിച്ചുകൊണ്ട് പോയാലും പലപ്പോഴും കോടതിയിലേക്ക് തെളിവുകളൊന്നും എത്തുന്നില്ല. തെളിവുകളൊക്കെ എവിടേക്കോ മിസ്സായി പോകുന്നത്. അതുകൊണ്ടല്ലേ ചെന്താമരയുടെ വിഷയത്തിൽ ചെന്താമര ഇനി ഒരു കൊലയും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ കോടതി വിലയിരുത്തും. കാരണം എന്താ? സാഹചര്യം കൊണ്ട്. അല്ലെങ്കിൽ ചെന്താമരെ അറസ്റ്റ് ചെയ്തപ്പോ തന്നെ ഒരു വിഭാഗം ചെന്താമരയെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പാവം ഒരു ഗൃഹസ്ഥൻ സ്വന്തം കുടുംബം നശിപ്പിച്ചത് കൊണ്ട് 2-3 പേരെ കൊല്ലേണ്ടി വന്നു. ഒരു പുന്തോലൊക്കെ പോലെ ചെന്താമരയ്ക്ക് എന്തൊക്കെയോ വിശേഷണങ്ങളൊക്കെ കൊടുത്ത് കുറെ ആൾക്കാര് ചെന്താമരയെ സപ്പോർട്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും വലിയ സൈക്കോൾ. ചെന്താമരയെക്കാട്ടിലും വലിയ സൈക്കോളാണ് അങ്ങനെയുള്ള ആളുകൾ. ചെന്താമരയല്ല, അതൊക്കെ ചെയ്തു പോകും. ഒരാൾക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തു പോകും. സ്വന്തം കുടുംബത്തിൽ കയറി ഇതേപോലെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയൂ അയാൾക്ക് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്റെ കുടുംബത്തിലെ ആൾക്കാരെ അയാൾ കൊന്നിട്ട് പോയതാണെന്ന്. സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോ ഇവരെല്ലാം അങ്ങനെയൊക്കെ പറയുന്നവരാണ് ഏറ്റവും വലിയ സൈക്കോകൾ. ഈ ചെന്താമരയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇയാൾക്ക് ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം, അല്ലെങ്കിൽ തൂക്കേറ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നീതി വ്യവസ്ഥ അനുസരിച്ച് കോടതിയിലേക്ക് തെളിവുകളും മൊഴികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നല്ല രീതിയിലേക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നുള്ളൂ. ഇനിയിപ്പോ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തന്നെ കിട്ടുമെന്ന് തന്നെ സംശയമാണ്. ജീവപര്യന്തം തന്നെ കൊടുത്താലും 12 വർഷത്തിന് ശേഷം ഇയാൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങും.
മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 12 വർഷം. 12 വർഷം കൊണ്ട് എന്തായാലും ഈ ഒരു ഗ്രാമം മുഴുവൻ ഒഴിഞ്ഞു പോകാനൊന്നും പറ്റൂലല്ലോ ചെന്താമര തിരിച്ചു വരുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ വീണ്ടും ചെന്താമര തിരിച്ചു വരുമ്പോൾ ഇതേ പോലീസിനോട് അല്ലെങ്കിൽ മുഴുവാറ്റിയവരെല്ലാം ഈ ഇന്ത്യ മഹാരാജ്യം വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിലോട്ട് പോകേണ്ട അവസ്ഥയാണ്. കാരണം ചെന്താമര വീണ്ടും തിരിച്ചു വരുമ്പോൾ പറയുകയാണ് ഇയാളെ തിരിച്ചു വരുന്നു ഞങ്ങൾക്ക് ഭയമാണെന്ന് പറഞ്ഞാൽ ഏത് പോലീസ് പോയി സംരക്ഷണം കൊടുക്കുക? കാരണം അവരുടെ സാധാരണക്കാരാണ്, ഇവർ പോയി പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. പ്രമുഖരാണെങ്കിൽ നമ്മുടെ പോലീസ് തിരിഞ്ഞു നോക്കും, പ്രൊട്ടക്ഷൻ കൊടുക്കും, ഒരു ഹീറോയിസ്റ്റിക് സ്റ്റൈലില് എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ സാധാരണക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് അവരവർ ജീവിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരിപ്പോൾ ഈ മൊഴി മാറ്റുന്നത്. ഇവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. സ്വന്തം ജീവൻ എല്ലാവർക്കും ഭയമുണ്ടാവും.